യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷെറിൻ പ്രിൻസ് എന്നാണ്. ഞാൻ വരുന്നത് പെർവത്താനത്ത് നിന്നാണ്. പെർവത്താനം ഫെറോന ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കൂടുന്ന ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോസിൽ സാക്ഷ്യങ്ങൾ കണ്ട് അങ്ങനെയാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. അതിനുശേഷം 2022 സെപ്റ്റംബർ 26 ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ സമയത്ത് ഭവനത്തിനെ പറ്റി ഉടമ്പടിയിൽ നിയോഗം വച്ചിരുന്നു. 2 തവണ പുതുക്കിയപ്പോൾ ഉടമ്പടിയിൽ ഭവനത്തിൻ്റെ നിയോഗം വെച്ചു. അതിനുശേഷം ജോസഫ് അച്ഛൻ ഒരു ദിവസം ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ് ശ്രദ്ധിച്ചു, 2 തവണ നിങ്ങൾ ഒരു സെയിം കാര്യം റിപ്പീറ്റ് ചെയ്താൽ മതി, അല്ലാതെ അത് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കേണ്ട, മാതാവ് ഓൾറെഡി അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. അത് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞാനത് ഭവനത്തിൻ്റെ കാര്യം ഉടമ്പടിയിൽ എഴുതിയിട്ടില്ല. അതിനുശേഷം 2024 മെയ്യിൽ 6ാമത് ഉടമ്പടി പുതുക്കിയ സമയത്ത് എനിക്ക് മാതാവ് തോന്നിച്ചു, നീ ഭവനത്തിൻ്റെ കാര്യം എഴുതണം എന്ന് തോന്നിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എഴുതിയത് വാസയോഗ്യമായൊരു ഭവനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അന്ന് ഉടമ്പടി നിയോഗം വെച്ചിരുന്നു. ഞങ്ങൾക്കൊരു ഭവനമുണ്ട്, അതിൽ നടവഴി മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വണ്ടി വീട്ടിൽ എത്തത്തില്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തോട് കടന്നിട്ട് വേണം നമുക്ക് വീടെത്താൻ. അപ്പം മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പുതിയ ഭവനം അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ വീടുകളൊക്കെ നോക്കുന്നുണ്ട്. ചില സമയത്ത് ബഡ്ജറ്റ് റെഡിയാവുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഓൾഡ് യൂസ്ഡ് ഹൗസ് ആയിരുന്നു എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആഗസ്റ്റ് മാസം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്നേരം എടുത്ത സമയത്തും ഭവനത്തിൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ചായിരുന്നു. അന്ന് ഞങ്ങൾ അൾത്താരയിൽ നിന്ന് ഹസ്ബൻഡിന് പെർമനൻ്റായിട്ട് ജോബ് കിട്ടിയതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. അതിനുശേഷം സെപ്റ്റംബറിൽ വന്ന് ജോസഫ് അച്ഛനെ കാണാൻ ഇടയായി. അൾത്താരയിൽ വെച്ച് അച്ഛൻ കാശുരൂപം തന്നു. അത് അച്ഛൻ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ചെയ്തു. അതിനുശേഷം ഒക്ടോബറിൽ വന്ന് ജപമാല റാലി കൂടാൻ ഇടയായി. അപ്പോഴും നിയോഗം വെച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സെപ്റ്റംബർ 17 8ാമത് ഉടമ്പടി ഞാൻ പുതുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ സ്വന്തം വീട് കൂത്താട്ടുകുളത്താണ്. അപ്പോൾ അവിടുന്ന് രാവിലെ ഉള്ള 6ൻ്റെ ബസ്സിനാണ് വരുന്നത്. അപ്പോൾ മണ്ണാഞ്ചേരി വരെയാണ് നമ്മളവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് പോരുന്നത്. പുതുക്കുന്ന സമയത്ത് രാവിലെ വരേണ്ടത് കൊണ്ട് തന്നെ ബസ്സിന് ഞാനും എൻ്റെ കൂട്ടുകാരി ജോസ്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വരുമായിരുന്നു. അപ്പോൾ അന്നത്തെ അച്ഛൻ്റെ ധ്യാനം കൂടി. അതിനുശേഷം ഒന്ന് ഞങ്ങൾ മയങ്ങിപ്പോയി. മുഹമ്മയൊക്കെ എത്താറായപ്പോഴത്തേനും ഒരമ്മേനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു, മോള് കൃപാസനത്തിലോട്ടല്ലേ പോകുന്നേ, അന്നേരം മണ്ണാഞ്ചേരി എത്താറായി, എഴുന്നേക്ക്, അടുത്ത സ്റ്റോപ്പാണ് എന്നും പറഞ്ഞിട്ട് എനിക്ക് 5 രൂപയുടെ അൽഫോൺസാമ്മയുടെ പടമുള്ളൊരു കോയിൻ എൻ്റെ കൈ വെച്ച് തന്നു. ഇത് നേർച്ചയിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ആ അമ്മേനെ കാണുന്നത്. ഞാൻ കൃപാസനത്തിലോട്ടാണ് പോകുന്നതെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി. പിന്നെ ഡിസംബറിൽ എൻ്റെ ഹസ്ബൻഡിന് 1 വീക്ക് എമർജൻസി ലീവ് എടുത്ത് വന്നു. ആൾക്ക് തായ്ഫിലോട്ട് സൗദിയിൽ തന്നെ ട്രാൻസ്ഫർ ആകണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ 1 ഇയർ കഴിഞ്ഞാൽ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആൾ 1 വീക്ക് അവധിക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ഡിസംബർ 7 അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ ദിവസം ഇവിടെ വന്ന് കുർബാന കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇങ്ങനെ മനസ്സിൽ തോന്നുവാണ്. അതിനിടയ്ക്ക് നവംബർ 13 ഞാനും ഹസ്ബൻഡിൻ്റെ അമ്മയോടെ പോയി ഒരു 5 വീട് കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് കണ്ട വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ 60 ലക്ഷമാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നെ ഹസ്ബൻഡിന് പെർമനൻറ്റ് ജോബായിട്ട് 4 മാസം ആകുന്നുള്ളൂ. അപ്പം 6 മാസമെങ്കിലും മിനിമം സാലറി സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാനിന്ന് വെച്ചിരുന്നത്. പക്ഷേ ഇഷ്ടപ്പെട്ടു. അപ്പോൾ മനസ്സിൽ മാതാവ് തോന്നിച്ചു, നീ എപ്പോഴും ഉപ്പ് കൊണ്ടുപോകാറുണ്ടായിരുന്നു ഉടമ്പടിയുടെ. അപ്പം ഉപ്പിട്ട് വിശ്വസ്രമാൻ ചൊല്ലി വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അതിനുശേഷം ഹസ്ബൻഡ് വന്ന് ഞങ്ങളിവിടെ വന്ന് മാതാവിനെ കണ്ടുപോയതിന് ശേഷം തോന്നുവാണ് ആ വീട് പോയി കാണണം. അങ്ങനെ ബ്രോക്കർമാർ അന്ന് ഞങ്ങൾ കണ്ട വീടെല്ലാം കാണിച്ചു. ലാസ്റ്റ് ഹസ്ബൻഡ് കണ്ടപ്പോൾ ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചതുപോലെ ഒരു ഭവനം, പുതിയ വീടാണ്. അപ്പം ഹസ്ബൻഡിനും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 9 വീട് എഗ്രിമെൻറ്റ് ചെയ്തു. 4 മാസത്തേക്കാണ് എഗ്രിമെൻറ്റ് വെച്ചിരുന്നത്. ഏപ്രിലിൽ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി തീരും. അങ്ങനെ ഹസ്ബൻഡ് തിരിച്ചു പോയി. അതിനുശേഷം ഫെബ്രുവരി വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ നമുക്ക് ലോൺ റെഡി ആവണം. അപ്പം ബാങ്കിൽ നിന്ന് അവർ പറയുന്നത് 6 മാസത്തെ സാലറി സ്ലിപ്പെങ്കിലും വേണം എന്നാണ് പറയണത്. സാലറി 6 മാസത്തെ ഇല്ല, പക്ഷെ ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് 2 തവണ വിളിച്ചിട്ട് കൗൺസിലറിൻ്റെ അടുത്ത് ജസ്റ്റ് നിയോഗം എഴുതിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ, പുതുക്കി കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് കുറേ തവണ വിളിച്ചുകൊണ്ട് ഫോൺ എടുത്തപ്പോൾ അവർ പറഞ്ഞു വെരിഫിക്കേഷൻ ഓക്കെ ആയിട്ടുണ്ട്, ലോണിൻ്റെ കാര്യം റെഡി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ തന്നെ തരുന്ന ഭവനമാണ്, അതുകൊണ്ടാണല്ലോ അമ്മ ഇവിടെ വെച്ച് ലോണിൻ്റെ കാര്യം റെഡിയാവുമെന്ന് പറഞ്ഞത്.
ഞാൻ എപ്പോഴും അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അമ്മ ഒരിക്കലും പറ്റിക്കപ്പെടരുത്, നമുക്കറിയത്തില്ലല്ലോ, പുതിയ ഭവനമാണ്, പിന്നെ വേറെ ആരും ഞങ്ങൾക്ക് സഹായിക്കാനില്ല, പരിശുദ്ധമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അമ്മ തരുന്ന ഭവനം തന്നെ ആയിരിക്കണം എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ഈ ഭവനത്തിൻ്റെ കാര്യം മെയിൽ വെച്ച സമയത്ത് എനിക്ക് പരിശുദ്ധ അമ്മേനെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് പിടിക്കാൻ കിട്ടിയായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി അമ്മ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് എൻ്റെ നിയോഗങ്ങളെല്ലാം എന്ന്. അതിനുശേഷം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. മാർച്ച് 17-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അമ്മ ആ ബർത്ത്ഡേയുടെ സമയത്ത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ ഈ പുതിയ ഭവനം നൽകണമേ. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ലോണ് റെഡിയായി. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സാണേലും ചേച്ചിയാണേലും സഹായിച്ച് പൈസയെല്ലാം റെഡിയായിട്ട് ഞങ്ങൾ മാർച്ച് മാസം 26-ാം തീയതി ആ ഭവനം വാങ്ങിക്കാനായിട്ട് സാധിച്ചു. ഏപ്രിൽ 2-ാം തീയതി വളരെ മനോഹരമായിട്ട് പരിശുദ്ധമ്മ ഞങ്ങൾക്ക് അതിൻ്റെ ഹൗസ് വാമിങ് നടത്താനായിട്ട് സഹായിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പരിശുദ്ധമ്മയോട് പറയുന്നു, അമ്മ പോകണം മുമ്പേ ഞങ്ങൾക്ക് അമ്മ പോയി അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫർണിച്ചർ, അതുപോലെ തന്നെ കർട്ടനാണെങ്കിലും എല്ലാം അമ്മ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം എന്ന് അമ്മയോട് പറയുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാം ഗ്രേ ടച്ചോട് കൂടി തന്നെ കർട്ടൻ ആയിക്കോട്ടെ ഫർണിച്ചർ ആയിക്കോട്ടെ എല്ലാം വളരെ മനോഹരമായിട്ട് അമ്മ അത് ശരിയാക്കി തന്നു. അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അമ്മ എനിക്കെന്ന 5 രൂപ കോയിൻ പരിശുദ്ധ അമ്മ തന്നെയാണ് തന്നതെന്നും. ഭരണങ്ങാനം പഞ്ചായത്തിനാണ് വീട് ഉള്ളത്, പെരുവത്താനമാണ് സ്ഥലം. അതുപോലെ തന്നെ 1550 സ്ക്വയർ ഫീറ്റിൽ 55 ലക്ഷത്തിനാണ് ആ ഭവനം വാങ്ങിയത്. 5 മാസത്തിനുള്ളിലാണ് ആ ഭവനം ഞങ്ങൾക്ക് ലഭിച്ചത്. അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പരിശുദ്ധ അമ്മ ആണ് എനിക്കത് തന്നതെന്നും അമ്മ ഭവനം നൽകുന്നുണ്ടെന്ന് പറഞ്ഞതാണ് വന്നതെന്ന്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആത്മീയമായിട്ട് നേരത്തെ ജപമാല ചൊല്ലുമായിരുന്നു, പക്ഷേ ഇപ്പം സമ്പൂർണ്ണ ജപമാല എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. ഞായറാഴ്ചകളിൽ ഒരിക്കലും പള്ളിയിൽ പോകാതിരിക്കാറില്ല. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഉടമ്പടി എടുത്ത ആദ്യത്തെ ഒരു മാസമൊക്കെ പത്രം കൊടുക്കാൻ, കൃപാസന പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ അതിനുശേഷം എല്ലാ മാസവും അമ്മേനെ കാണാൻ ഞാൻ വരാറുണ്ട്. 3 കെട്ട് പത്രം മിനിമം മേടിച്ചുകൊണ്ട് പോയി ഞാനും എൻ്റെ കൂട്ടുകാരി കൂടെ, ചിലപ്പോൾ മൂവാറ്റുപുഴ ആയിരിക്കും, അല്ലെങ്കിൽ പെരുമ്പാവൂരായിരിക്കും, സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പത്രം എപ്പോഴാണോ തീരുന്നത് അത്ര കിലോമീറ്റർ ഞങ്ങൾ നടന്ന് പോയി പറഞ്ഞ് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാണ് ഇപ്പം പത്രം കൊടുക്കുന്നത്. പറഞ്ഞാണ് കൊടുക്കാറ്, നിർബന്ധിച്ച് ആർക്കും കൊടുക്കാറില്ല. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, കഴിഞ്ഞ ആഗസ്റ്റ് മാസം തൊട്ട് എല്ലാ ശനിയാഴ്ചയും എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടുത്തെ അമ്മമാരുടെ അടുത്ത് പോയി അവരെ കുളിപ്പിച്ച് കൊടുക്കുകയും ഫുഡ് കൊടുക്കുകയും മെഡിസിൻ കൊടുക്കുകയും അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും അവരുടെ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എല്ലാ മാസവും എന്താണ് ആവശ്യം അവിടുത്തെ സിസ്റ്റേഴ്സ് പറയുന്ന പോലെ ആവശ്യമുള്ള മിക്കവാറും ഫ്ലോർ ക്ലീനിങ്ങുള്ള സാധനങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കൃപാസനത്തിൽ വരുന്ന കുറച്ച് പേരുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് മേടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഫുഡും കൃപാസനത്തിൻ്റെ വരുന്ന ചേച്ചിമാരുടെ ഒരു ഗ്രൂപ്പുണ്ട് പള്ളിയിൽ. അപ്പോൾ അവർ പറയുന്നൊരു എമൗണ്ടിൽ അവരെല്ലാ മാസവും 2 പ്രേക്ഷിത ഓൾഡ് ഏജ് ഹോമിലും പ്രതീക്ഷാ ഭവനിലും ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കൊടുക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ട് നിർത്തുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 26-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവൻ. ഷെറിൻ പ്രിൻസിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത്. തനിക്ക് വേണ്ടി ഒരു നല്ല ഭവനം പരിശുദ്ധ അമ്മ എങ്ങനെ ഒരുക്കുന്നു എന്നുള്ളതായിരുന്നു ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും നല്ല മനോഹാരിത. ഉടമ്പടി എടുക്കുവാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു എവിടെയാണ് ആ ഭവനം മേടിക്കേണ്ടത് എന്നുള്ളത്. അതിനടയാളമായി അൽഫോൻസമ്മയുടെ ഒരു കോയിൻ തനിക്ക് യാത്രയിൽ തന്നെ ഒരു സഹോദരി, വളരെ അപരിചിതരായ ഒരു പാസഞ്ചർ സഹോദരിക്ക് കൊടുക്കുകയാണ്, ഇത് അവിടെ പോയി നേർച്ചയിടണമെന്ന്. അടയാളങ്ങളുടെ ഒരു വലിയ നിര പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന അമ്മ എപ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് വളരെ ഉടമ്പടി എടുക്കാൻ നാം തീരുമാനിക്കുമ്പോൾ, ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വിശ്വസ്ത പ്രക്രിയയാണ്, ഒരു വിശ്വസ്തതയുടെ പദ്ധതിയാണ്. താൻ വിശ്വസ്തയോടുകൂടി ഈ പദ്ധതി ഏറ്റെടുക്കുമെന്ന് ഈശോ വളരെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതിലിടപെടാൻ പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനാൽ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ താൻ ഏത് പഞ്ചായത്തിലായിരിക്കണം, ഭരണങ്ങാനം പഞ്ചായത്തിലായിരിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പ് ഈ സഹോദരിക്ക് കൊടുക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വളരെ മനോഹരമാണ്. താൻ ചിന്തിക്കുന്നതിലപ്പുറം
നമ്മെ എത്രമാത്രം കൈപിടിച്ച് നടത്തുന്നു, നമ്മോട് കൂടെ നടത്തുന്നു. നാം എല്ലാം ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ കണ്ണീരണിഞ്ഞുകൊണ്ട് സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണല്ലോ. ഞാൻ ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ കുടുംബജീവിതത്തിലുള്ള മനോഹാരിത അവരെല്ലാ കാര്യങ്ങളും അമ്മയോട് ചോദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എവിടെ, എങ്ങനെ, ഏതെല്ലാം കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടണം, ആരോടെല്ലാം ചോദിക്കണം, ഞങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റിലുള്ള വീട് പണിയണം, ഏതെല്ലാം ഫർണിച്ചറുകളിൽ എന്തെല്ലാം കളർ വേണം, ഇതെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള ഒരു ആലോചനയോടെയാണ് ഇവരുടെ കാര്യങ്ങൾ. ഉടമ്പടിയിലുള്ളവരെല്ലാവരും തന്നെ അങ്ങനെയാണ്. ആ വിശ്വസ്തതയില്ലാതെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് ആ വിശ്വാസക്കുറവ് കാണുമ്പോഴാണ് ഒരു പക്ഷേ നമ്മുടെ സമയം നീണ്ടുപോകുന്നതും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക് നമ്മോട് കൂടെ സഞ്ചരിക്കുവാനും ഇതിലിടപെടാനും സാധിക്കാതെ വരുന്നതെന്ന് ചില സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്. വിശുദ്ധ വായനയിലൂടെ, സുവിശേഷത്തിലൂടെ നമുക്ക് ഈശോയെ അന്വേഷിക്കാം. നിങ്ങൾ ആദ്യം എന്നെ അന്വേഷിക്കുക, ഈശോയെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ 12 വയസ്സിൽ നഷ്ടപ്പെട്ടപ്പോൾ ഈശോയെ കണ്ടുകിട്ടുന്നത് വരെയുള്ള അമ്മയുടെ ആ വേവലാതി അതായിരിക്കണം നമുക്കെപ്പോഴും. പരിശുദ്ധ അമ്മയ്ക്ക് ആ മംഗളവാർത്ത ലഭിച്ചപ്പോൾ ഉടമ്പടിയിൽ നാം എടുക്കുമ്പോൾ തന്നെ നാം ഓടുകയാണ്. പരിശുദ്ധ അമ്മ എലീശോയെ ശുശ്രൂഷിക്കാൻ പോയ ആ 3 മാസ കാലഘട്ടമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അവിടെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളും പരിശുദ്ധ അമ്മ ഈശോയെ കൊടുക്കാനാണ് സക്കറിയാസിൻ്റെ വീട്ടിലേക്ക് പോയത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓട്ടം ഈശോയെ കൊടുക്കുവാനാണ്. നമ്മുടെ കൃപാസനം പത്രം വിതരണം ചെയ്യുമ്പോഴും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോഴുമെല്ലാം നാം ഈശോയാണ് കൊടുക്കുന്നത്. ഞാൻ എന്തുമാത്രം എനിക്ക് കിട്ടിയ തോതിനനുസരിച്ച് എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായി ഈശോയെ കൊടുക്കാൻ സാധിച്ചോ എന്നുള്ള വലിയൊരു ഇവാലുവേഷൻ നടക്കാനുള്ള സമയം കൂടിയാണ് ഉടമ്പടി. ഓരോ പുതുക്കലിലും നാം അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം. എൻ്റെ കുമ്പസാരം എത്ര ആത്മാർത്ഥമാണ്, എൻ്റെ വിശുദ്ധ ബലിയിലുള്ള എൻ്റെ ഭാഗഭാഗ്യത്വം എത്ര ആത്മാർത്ഥമാണ്, എനിക്ക് ഈശോയോടുള്ള ആ സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഷെറിൻ വളരെ ആത്മാർത്ഥമായി ചെയ്ത ഈ ഉടമ്പടിയുടെ ഈ വലിയ സാക്ഷ്യത്തെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.